അലി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി. യെസ്, ഞാൻ പറയായിരുന്നു നേരത്തെ സംഗീത സാന്ദ്രമായ വാർത്താ പ്രഭാതമാണ്, സംഗീതത്തിനൊപ്പം വാർത്ത. അതെ, അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അലി, ഗംഭീരമാണ്. രാവിലെ ഓരോ പകലുകളും ഓരോ പുലർച്ചയും തുടങ്ങാൻ വേണ്ടിയുള്ള ഗംഭീര തുടക്കം തന്നെയാണ് സംഗീത സാന്ദ്രമായ തുടക്കം. അതെ. അപ്പൊ നമുക്കിനി വാർത്തകളിലേക്ക് കടക്കാം. ഈ കൂത്താട്ടുകുളം നഗരസഭയിലെ സംഘർഷം അത് തന്നെയാണ്, അതിന്റെ തുടർച്ചകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കൂടുതൽ അറസ്റ്റ് ഇന്ന് ഉണ്ടാകും അല്ലേ അലി? ഈ കലാരാജുവിന്റെ രഹസ്യമൊഴി കോടതി ഇന്ന് രേഖപ്പെടുത്താനും സാധ്യതയുണ്ടല്ലോ അല്ലേ? അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. റോഷ്നി ഈ പറഞ്ഞതുപോലെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കൂടുതൽ അറസ്റ്റ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാരാജു, ഈ മുൻ CPM കൗൺസിലറായിട്ടുള്ള കലാരാജു ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ കലാരാജുവിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് കലാരാജുവിന് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയാത്ത ആരോഗ്യാവസ്ഥ ആയതിനാൽ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. അതിനിടയിൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് എന്ന നിലയിലുള്ള ചില സംസാരങ്ങളെല്ലാം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നാളത്തേക്ക് മാറ്റിവെക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി കലാരാജുവിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ ആരോപണ വിധേയരായിട്ടുള്ള CPM നേതാക്കൾ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ വിശദീകരണം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UDFന്റെ ഭാഗത്തുനിന്നും വലിയ ആരോപണമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള CPM നേതാക്കൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല, ഇവർ സുഖലോലുപരായി വിലസുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതെല്ലാം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം കലാരാജുവിന്റെ ഇനി വരാനിരിക്കുന്ന പ്രതികരണമാണ്. അത് ഏത് നിലയിലായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടാകുമെന്നത് ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലൊരു ക്ഷണം ഔദ്യോഗികമായി തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിലും പറയുന്നത്. ഇന്ന് ആ കാര്യത്തിലും ഒരു വ്യക്തത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് റോഷ്നി. മറ്റൊന്ന് ഏതാണെങ്കിൽ അതായത് ചേന്ദമംഗലം നമ്മുടെ ഏറ്റവും ഡിപ്രസ് ആയ ഒരു വാർത്ത കൂടിയാണ്. അപ്പോൾ അലി, അതിൽ ഈ പ്രതിയെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കാൻ സാധ്യതയുണ്ടോ അലി? ഈ ചേന്നമംഗലത്തെ നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ടത് എപ്പോഴാണ് ഈ പ്രതിയായ ഋതുവിനെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പറവൂർ കോടതി 5 ദിവസത്തേക്കാണ് ഇയാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ DYSP അറിയിച്ചിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ജനരോഷം ഇയാൾക്കെതിരെയുണ്ട്. സ്വാഭാവികമായും ആ നിലയിലുള്ള ഒരു സജ്ജീകരണത്തോടു കൂടി മാത്രമേ പോലീസിന് ഈ സംഭവ സ്ഥലത്തേക്ക് പ്രതിയെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇയാളെ ഇവിടേക്ക് തെളിവെടുപ്പിന് എത്തിക്കാനുള്ള സാധ്യത ആണ് പറയപ്പെടുന്നത്. ഇന്നോ നാളെയോ എന്നാണ് ഇന്നലെ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച ഔദ്യോഗികമായ ഒരു വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ തെളിവെടുപ്പിന് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സംഭവ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിന് കൃത്യമായ ഒരു സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. ഏതു ഭാഗത്തു നിന്നും ആളുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ കഴിയുന്ന ആൾക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണത്തോടു കൂടിയായിരിക്കും പ്രതിയെ എന്തായാലും പോലീസ് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ഈ തരത്തിൽ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താൻ ഈ കൃത്യം നിർവഹിച്ചതെന്ന് പോലീസിന് ഋതു മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പറയുന്ന ജിതിന്റെ കുടുംബത്തോടും ജിതിനോടുമുള്ള വൈരാഗ്യവും അതുപോലെ ഈ സംഭവം നടന്ന ദിവസം ഉണ്ടായിരുന്ന ചില സംഭവങ്ങളും ഇത് രണ്ടുമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചത് എന്ന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ പോലീസിന് ഋതു ജയൻ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലായിരിക്കാം ഇനി തെളിവെടുപ്പ് എന്നതാണ് ഇന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരി, മറ്റൊന്ന് നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട്. എറണാകുളം പുത്തൻവേലിക്കരയിൽ 4 വയസ്സുകാരിയെ CPIM പ്രവർത്തകൻ പീഡിപ്പിച്ച ആ വാർത്ത. പക്ഷെ ഇയാളെ പിടികൂടാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല അല്ലേ അലി? റോഷ്നി, ഇന്നലെയാണ് റിപ്പോർട്ടർ TVയിലൂടെ ഈ വാർത്ത പുറത്തു വരുന്നത്. 4 വയസ്സുകാരിയെ ക്രൂരമായ പീഡനത്തിനാണ് ഈ പറയുന്ന CPM പ്രവർത്തകൻ ഇരയാക്കിയതെന്നതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ പരാതിയിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രതിയെ പിടികൂടാൻ, അതായത് BK സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതായിരുന്നു വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചത്. ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പല കോണുകളിൽ നിന്നും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്ന സാഹചര്യം, പോലീസ് വീഴ്ച
വരുത്തിയിരിക്കുന്നു എന്ന് പ്രതികരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇയാളുടെ അറസ്റ്റ് ഏത് സമയത്തുണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ കുടുംബവുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഈ BK സുബ്രഹ്മണ്യൻ. ഈ സുബ്രഹ്മണ്യന്റെ ഭാര്യ നടത്തുന്ന അംഗനവാടിയിലായിരുന്നു ഈ 4 വയസ്സുകാരി പഠിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ഇയാൾ 4 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതര അനാസ്ഥ എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികൾ മറ്റ് നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയ സാഹചര്യത്തിൽ പോലീസ് സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എന്തെങ്കിലും ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും BK സുബ്രഹ്മണ്യൻ ഒളിവിലാണ് എന്ന വിശദീകരണമാണ് ഈ ഘട്ടത്തിലും പോലീസ് നൽകുന്നത്. എന്തായാലും ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുന്ന സാഹചര്യവും ഒക്കെ എല്ലാ ദിക്കുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. റോഷ്നി, ശരി, താങ്ക് യു അലി. ഒരുപാട് വാർത്തകൾ പങ്കുവച്ചു.